ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അമ്മ ഹാപ്പിയാണ്. ഷമീറിനെ വിളിക്കുന്ന വിഷമം വരണ്ടെന്ന് കരുതി അങ്ങനെ പറയരുത്. ഷമീറിനെ വിളിക്കുമ്പോൾ ജാസിം കൂടെ വരുമല്ലോ. സോപ്പ് പൊടി എടുക്കുമ്പോൾ ബക്കറ്റ് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. ഞാൻ ആലോചിക്കും, തത്തയും മയിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് അവസാനം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരസ്യമായിരിക്കും. അതെങ്ങനെ കണക്ട് ചെയ്യണം? പുലമ്പൽ എന്ന് പറയില്ലേ, ഈ മരിച്ചു കിടക്കുന്ന അവിടെ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. ഈ മരിച്ച ആളുമായിട്ട് വലിയ ആത്മബന്ധമൊന്നും കാണൂല, വന്നിരുന്നൊരു ഓളം സൃഷ്ടിക്കണം. അയ്യോ ഇന്നലെ കൂടെ കണ്ടതാണേ. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീക്കാലായിട്ട് ടൂർ പോവാണ്. ആ പോകുമ്പോഴത്തേക്ക് അപ്പോഴേ വെള്ളം എവിടെ ഇരിക്കണം, ആ മൂടി പിടിച്ചങ്ങ് പോവും. ചെറുപ്പകാലം തൊട്ടിട്ട് ഒരു കുറച്ചൊരു സ്പാൻ ഓഫ് ലൈഫ് അങ്ങനെ കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ടോ? പ്രണയവിലാസത്തിലാണ് ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരാളുടെ പഴയ കാലഘട്ടം എന്ന രീതിയിൽ കാണിക്കുന്ന സിനിമ. ബാക്കിയുള്ള കാലഘട്ടം കാണിച്ചാൽ ഞാൻ പിന്നെ മരിച്ചുപോയി. നമ്മൾ പൈങ്കിളിൽ വ്യത്യസ്തമായിട്ടൊരു സാധനം ട്രൈ ചെയ്യുന്നത്. അത് ചില സ്ഥലത്ത് റീച്ച് ആയിട്ട് ചില സ്ഥലത്ത് റീച്ച് ആയിട്ടില്ല. അത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമത് പിന്നെ ആലോചിക്കും. എനിക്കൊരു അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്ന സമയത്ത് രണ്ടാമത് ഇനി ചെയ്യുന്ന സമയത്ത് ആലോചിക്കും. പക്ഷെ അത് ഞാൻ ബാക്കൗട്ട് ഇരുന്നത് അത് ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും ചെയ്യണ്ട, ഇനി ഞാനത് ട്രൈ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മരണ വീട്ടിൽ ആളുകൾക്ക് എല്ലാ വിധത്തിലും പെരുമാറാൻ പറ്റില്ല. അപ്പോൾ ആ പെരുമാറ്റം പലപ്പോഴും അടക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ മരണം സംഭവിച്ചതിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ട തമാശകൾ, അങ്ങനത്തെ സിനിമകൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വ്യത്യസ്തത? ഇവിടെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും സീരിയസ് ആണ്, പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് തമാശയാണ്. സിറ്റുവേഷണൽ ഹ്യൂമറാണ്. ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു വ്യക്തി അങ്ങനെ പെരുമാറുന്നതിലുണ്ടാകുന്ന തമാശ അല്ല. അപ്പൊ അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 മീറ്റർ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സീരിയസ് ആയ സിറ്റുവേഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ആ പറയുന്ന ഡയലോഗുകൾ സീരിയസ് ആണ്, എന്നാൽ വരുന്ന അർത്ഥം തമാശയാണ്. ഇപ്പൊ ശ്രീനിവാസൻ സാറിന്റെ ഒക്കെ സ്ക്രിപ്റ്റിലെ പ്രത്യേകത ഉണ്ടല്ലോ, ചായ വേണോ, വേണ്ടി വന്നേക്കും, അതിലൊരു ചിരി ഉണ്ടല്ലോ. അങ്ങനത്തെ ചിരിയാണോ അതോ സിറ്റുവേഷൻ സീരിയസ് ആണോ നമുക്ക് ചിരി വരുന്നു? അതെ അതെ, സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തമാശയാണ്. വെർബൽ ഹ്യൂമറിനപ്പുറം ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ ചെന്ന് പെട്ടുപോവുകയാണ്. അവിടെ വരുന്ന നർമ്മമാണ്. പെട്ടുപോകുന്നതിലെ പ്രത്യേകതകളുണ്ട്. അതെ, തീർച്ചയായിട്ടും. സുബിന്റെ ഒക്കെ ഏരിയ എടുക്കുന്നത് വെർബൽ ഹ്യൂമറിലല്ലേ, അതായത് ഡയലോഗുകളോണ്ടാണല്ലോ തമാശ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ അഭിനയിക്കത്തിരി കൂടി ശ്രമം വേണ്ടതുണ്ടോ? എന്റെ ക്യാരക്ടർ ഇതില് ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയാണ്. എന്റെ ക്യാരക്ടർ നമ്മൾ റീൽസിൽ കണ്ടിട്ടുള്ള സുബിനെ കാണാം. അല്ല, റീൽസ് പരിപാടി അല്ല. അല്ല, പക്ഷെ എന്നാലും എനിക്ക് ഒന്ന് എൻ്റെ ഒരു ചെറിയൊരു ടീമുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഈ എപ്പോഴും ഈ ക്രൗഡിന്റെ കൂടെ ഉണ്ടാവാറില്ല. അതായത് ഈ മരണ വീട്ടിനകത്ത് കിടന്ന് കറങ്ങുന്ന ഒരു പരിപാടിയല്ല. എൻ്റെ കുറച്ച് മാറിയിട്ട് നമ്മുടേതായിട്ടൊരു ലോകം അതാ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ഡയലോഗിൽ കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അനുശ്വര, ഇപ്പൊ ട്രിവാൻഡ്രം സ്ലാങ് സിനിമയുടെ അകത്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സ്ലാങ് ഉണ്ടല്ലോ, ഇപ്പൊ കണ്ണൂർ സ്ലാങ്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇംപ്രവൈസ് ചെയ്യുമ്പോൾ അതിലെ തമാശകൾ, അതായത് ആ തമാശ എന്ന് പറയുമ്പോൾ ആ ഭാഷയുടെ തമാശ കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് ഇപ്പൊ ഈ സിനിമയിലാക്കാൻ അപ്പൊ എങ്ങനെ ഉപയോഗിക്കുക? ഡയറക്ടറായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും അങ്ങനെ? തീർച്ചയായിട്ടും അതിന് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു, ഈ പറഞ്ഞ പോലെ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് രണ്ടാമതൊരു തോട്ട് പോകും. അതെങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് പറയാം. ട്രിവാൻഡ്രം അല്ല, ഇവരുടെ ബിബിൻ ചേട്ടന്റെ ഒരു തോന്നയ്ക്കലുള്ള ഒരു കൈൻഡ് ഓഫ് ട്രിവാൻഡ്രം സ്ലാങ് ആണ്. നമ്മൾ ടിപ്പിക്കലി നമ്മൾ മുന്നേ സിനിമയിൽ കണ്ടേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ട്രിവാൻഡ്രം അല്ല, തോന്നയ്ക്കൽ ആ ഒരു ഏരിയയിലുള്ള ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് സിനിമയ്ക്കകത്ത്. കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന, അധികം കട്ടിയും കനമൊന്നും ഇല്ലാത്ത ആ ഫ്ലോയിൽ പോകുന്നൊരു ട്രിവാൻഡ്രം ആണ്. അപ്പം അതിപ്പോ എനിക്കൊരു രണ്ടാമതൊരു ഇംപ്രൂവൈസ് എന്തെങ്കിലും ഡയലോഗ് വരുമ്പോ തന്നെ ഇപ്പൊ ഞാനത് പറഞ്ഞാലും ഇപ്പൊ
ബിബിൻ ചേട്ടന്റെ കൂടെയുള്ള ADs എല്ലാവരും ട്രാൻഡ്രത്തിലുള്ള ആൾക്കാരാണ്. ഇതിനു വേണ്ടി തന്നെ ഒരാൾക്കാരാണ് നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ലിപ്പ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെ വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അതെന്തേലും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ അവർ പോയിട്ട് മോണിറ്ററിലും നമ്മളെ നോക്കിയിട്ട് അവരത് പിന്നീട് റീടേക്ക് ബിബിൻ ചേട്ടൻ പറയും. കാരണം ലിപ്പിൽ പോലും പിടിക്കാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടി തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബിബിൻ ചേട്ടനടുത്ത് ചോദിക്കും. ആള് തന്നെ എനിക്ക് ഷോട്ടിന് മുന്നേ ഇരുന്ന് തന്നിട്ട് ഇതിങ്ങനെയാണ് പറയുന്നത്, എനിക്കത് അതിന്റെ ഡയലക്റ്റ് വരെ ഇരുന്നിട്ട് അത് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടാണ് എന്നെ ഷോട്ടിന് വിട്ടേക്കുന്നത്. സിനിമയിലും ആളുകൾ ചൂരിൽ തന്നെ പ്രതീക്ഷിച്ചത് വല്ലാത്ത പ്രതീക്ഷയായി പോയില്ലേ? അപ്പൊ അതിനെങ്ങനെ മറികടക്കുക? അല്ല, അത് ഇപ്പൊ നേരെ സുബിൻ പറഞ്ഞ പോലെയല്ലേ, എന്റെ ക്യാരക്ടർ ഞാൻ ചൂരിൽ ചെയ്യുന്നതായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അതായത് എന്റെ ക്യാരക്ടറിന് പ്രത്യേകിച്ചല്ല ഒരു ഹ്യൂമറൊന്നും ഉള്ള ക്യാരക്ടറും അല്ല, ഒരു വളരെ എന്താ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്കത് അതിൽ സന്തോഷവും ഉണ്ട്, എന്നാൽ ചെറിയ ടെൻഷനുണ്ട്. കാര്യം അത് ഞാൻ ചെയ്ത് ശീലമില്ല. ഇപ്പം നമ്മളെ ഫോളോവേഴ്സ് ആയ പോലും എന്നെ എങ്ങനെ ഇഷ്ടപ്പെടുവോ അങ്ങനെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ട്. പക്ഷെ ഹാപ്പിയാണ്. കാര്യം അത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് എനിക്ക് ആ ടെൻഷൻ ഇല്ല കേട്ടോ, എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. തീർച്ചയായിട്ടും ചുരുളിലെ ജാസിം അല്ല, വ്യസന സമയത്ത് ബന്ധപത്രാദികളിലെ ജാസിം വേറെ തന്നെ ഒരാളാണ്. കാര്യം എനിക്കിതിൽ മെയിനായിട്ട് ഇപ്പൊ എന്റെ കോമ്പിനേഷൻ തന്നെ കൂടുതലും ഉള്ളത് ഇവരുമായിട്ടൊക്കെയാണ്. അസീസ് ക, നോബി ചേട്ടൻ, ബൈജു ചേട്ടനായിട്ടാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അപ്പൊ ഞാൻ ഇവരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. ബൈജുചേട്ടന്റെ കൂടെയാണ് കോമ്പിനേഷൻ കൂടുതൽ കോമ്പിനേഷൻ. അതും ബൈജു ചേട്ടൻ അങ്ങനെ എന്റെ ഫസ്റ്റ് ഷോട്ട് ഈ പടത്തില് ബൈജു ചേട്ടന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ജാസിമിന്റെ മുഖത്ത് അവിടെ ഒരു പേടി വേണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ബൈജുചേട്ടന് അപ്പുറത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പേടി അത് നമ്മള് പിന്നെ പ്രയോഗത്തിൽ കൊണ്ടുവന്നു, അത് വിജയിച്ചു. അശ്വതി, ഈ സ്റ്റേജിലെ പെർഫോമൻസിന്റെ ഒക്കെ വലിയ ഫാനാണ്. ഈ ട്രിവാൻഡ്രം സ്ലാങ് അത് സ്റ്റേജിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചത് ആണോ ഈ സിനിമയ്ക്ക് ഒരു വഴി തുറക്കുന്നത്? അങ്ങനല്ല, അതെനിക്ക് തോന്നുന്നു ഇവര് കണ്ടിട്ട് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെയാണ് ഈ സിനിമയിലേക്ക് അവസരം വരുന്നത്. പിന്നെ ട്രിവാൻഡ്രം സ്ലാങ് കൈകാര്യം ചെയ്യുമെന്ന് അറിയായിരുന്നു. വിപിൻ ചേട്ടനോട് റീന ചേച്ചി പറഞ്ഞിരുന്നു, അങ്ങനെയാണ് വിളിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും കണ്ടിട്ട് അങ്ങനെ വരുന്നതല്ല. പക്ഷേ ഞാൻ അതിൽ പറയുന്ന, അതായത് ചാനൽ ഷോസിലും സ്റ്റേജ് ഷോസിലും ഒന്നും പറയുന്ന തിരുവനന്തപുരം സ്ലാങ് അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കണം. വ്യത്യാസമുണ്ട്, നന്നായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരുടെയും വലിയ വ്യത്യാസമാണ്. അനശ്വരയും സിജുവും മാത്രമാണ് ട്രിവാൻഡ്രം അല്ലാത്തതിലുള്ളത്. പക്ഷെ പക്ഷെ ഈവൻ നമ്മളെ പോലും സ്ലാങ് നിർമ്മങ്ങാട് പോലും നമ്മുടെ ശൈലിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സുബിന്റെ ജാസിന്റെ ഒക്കെ ഒരു നിരീക്ഷണ പാഠമുണ്ടല്ലോ. ഇവര് പലപ്പോഴും ഇപ്പൊ സുബിന്റെ ഒരു ഹോട്ടലില് ഒരു സപ്ലയർ ആയിട്ടുള്ളൊരു വിഷപകർച്ചയാണ്. അതായത് ഈ പൊട്ടിത്തെറിച്ച ചിക്കൻ അങ്ങനത്തെ വിഭവങ്ങൾ വരുന്ന സമയത്ത് ആ സപ്ലയർ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ പറയുന്നുണ്ട്. ഒരു കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് അതിൽ നിന്ന് മുട്ടയെടുക്കുന്ന കൊണ്ട് ഫുൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതൊരു നിരീക്ഷണ പാഠം, ഒരു ഒബ്സർവേഷണൽ സ്കില്ലാണ്. അതിനെ കുറച്ച് സാറ്റൈറിക്കലായിട്ട് പ്രസന്റ് ചെയ്യുകയാണ്. ഇവരുടെ ഇങ്ങനത്തെ സ്കിൽസ് കൊണ്ട് ഇവരെ ചൂസ് ചെയ്യാം, അങ്ങനെയാണ് ഇവരൊക്കെ പിക്ക് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഇവരുടെ മാനറിസം ഈ കഥാപാത്രത്തിന് ഗുണമാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ജാസിമിന്റെ ആണെങ്കിലും സുമിന്റെ ആണെങ്കിലും അവരുടെ ഒരു പർട്ടിക്കുലർ മാനറിസം ഈ കഥാപാത്രത്തിന്, ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് ഗുണം ചെയ്യും എന്ന് കണ്ടിട്ടുണ്ട്. അല്ലാതെ അവരുടെ ആ ഒരു കോണ്ടന്റ് ക്രിയേഷനിലെ കഴിവ് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഈ കഥാപാത്രം ചെയ്യാനായിട്ട് ഈ ഒരു മാനറിസം ഉള്ള ആളായതിന്റെ പേരിൽ ഇവര് നന്നായിരിക്കും. അങ്ങനെയാണ് നോക്കിയത്. നിങ്ങളോട് രണ്ടുപേരോടാ ഇപ്പൊ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയതിന്റെ പേരില് ഇപ്പൊ സാധാരണ ആളുകൾ നിരീക്ഷിക്കാത്ത ഒരു ആംഗിളിൽ ഇപ്പൊ ഒരു തത്തയോ കിളിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ആലോചിക്കുക, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടോ? ഇല്ല, അത് ചൂരലിലെ ഒരു 100% കണ്ടന്റ്സും ഷമീറാണ് ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. അല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഫുള്ള് സ്ക്രിപ്റ്റ് എല്ലാം ഷമീറാണ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും ചെറിയ ഷൂട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ ഐഡിയാസ് കൊടുക്കുന്നതല്ലാതെ ഞാൻ ഈ തുടക്കം വിടാറില്ല. എല്ലാം ഷമീർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല, ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. സുബിൻ എങ്ങനെയാ കാണുന്നതിലൊക്കെ അങ്ങനെ ഇതിൽ തമാശ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് റീലുകൾ ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഞാൻ റീസെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്കിത് ഉണ്ടാക്കി ഇടുന്നത് എന്ന് പറയുന്നത് നാലാള് ആരെങ്കിലും കാണണമെങ്കിൽ കാണട്ടെ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ചെയ്യത്തില്ല, ടൈം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇപ്പൊ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജീവിത മാർഗവും അതായി തുടങ്ങിയപ്പോ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഒരു കടമ പോലെയായി. അതായത് എനിക്ക് ഞാനിപ്പോ എല്ലാ ആഴ്ചയും 2 വീഡിയോ വീതം ഇടും. ബുധനാഴ്ച ഞായറാഴ്ച മസ്റ്റായിട്ട് 2 വീഡിയോ ഇടും. അപ്പം എനിക്കത് ആ ഒരു അൽഗോരിതം കട്ട് ചെയ്താൽ നമ്മുടെ റീച്ച് പോകും. റീച്ച് പോയാൽ വീണ്ടും ഒന്നേന്ന് റീച്ച് കയറ്റിയെടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്കിപ്പോ എവിടെ എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 4 വീഡിയോ ചെയ്ത് വെക്കും, എന്നിട്ടേ പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് നിർബന്ധിതൻ ആവും. നമുക്ക് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് നമ്മള് ചിലതൊക്കെ നമുക്ക് തന്നെ അറിയാതെ പോരാ, എന്നാലും പക്ഷെ നാളെ വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഇടുമായിരുന്നു. മുമ്പൊക്കെ അങ്ങനെയല്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വ്യത്യാസം ജീവിതമാർഗം പറഞ്ഞപ്പോഴേ ഞാൻ ഇപ്പൊ ആലോചിച്ചപ്പോ, പക്ഷേ നമ്മളിപ്പോ കൊളാബറേഷൻസ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഷമീറിന്റെ ഭ്രാന്ത് എടുക്കും. ചിലപ്പോൾ ഇതിന് എന്ത് ചെയ്യും, അത് ചെയ്തേ പറ്റൂ, കാര്യം അത് ചെയ്താലേ പൈസ കിട്ടും. ഞാൻ ആലോചിക്കും തത്തയും മയിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് അവസാനം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പരസ്യമായിരിക്കും. അതെങ്ങനെ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചില സമയത്ത് ഷമീറിന് ഭ്രാന്ത് എടുക്കും. നിങ്ങളുടെ അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഞാൻ അങ്ങനെ 2 ഓപ്ഷൻസ് പറഞ്ഞു, ഇങ്ങനെ ഒന്നും ചെയ്താലും അങ്ങനെ ഒന്നും ചെയ്താലും. കാര്യം ചെയ്തല്ലേ പറ്റൂ, കാര്യം ഞാനാണ് ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് പെട്ടെന്ന് കൊടുത്ത അപ്പൊ ഞാൻ ഐഡിയാസിലോ പറയാറുണ്ട്. അപ്പൊ അതിന് ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ ശരിയാവില്ലെന്ന് പറയും. അപ്പൊ ഗതികേട് വരുമ്പോ ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അനശ്വരി, റെലവൻസിന്റെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെ ആളുകൾ എപ്പോഴും ഓർത്തിരിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ മറന്നു പോവോ, അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴെങ്കിലും അനശ്വരനിലേക്ക് കടന്നു പോയിട്ടുണ്ടോ? നമ്മളെപ്പോഴും പീരിയോഡിക്കലി സിനിമകൾ ഇങ്ങനെ ചെയ്തു പോകണം, അതപ്പോ അത് അങ്ങനെയില്ല. കണ്ടിന്യൂ ഇങ്ങനെ സിനിമകൾ ഇത് ചെയ്ത് പോയിട്ട് അങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്തിട്ട് അങ്ങനെ ആൾക്കാരുടെ മൈൻഡിൽ നിൽക്കണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ സ്റ്റേജിലൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ പ്രോപ്പർട്ടികൾ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ റിഹേഴ്സലിൽ ചെയ്തതല്ല പലപ്പോഴും സ്റ്റേജിൽ നമുക്ക് പോകുമ്പോൾ അവിടെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക. സിനിമയുടെ അകത്ത് അതിന് അതിരുകളുണ്ട്, കറക്റ്റ് ലിമിറ്റ് ഉണ്ട്, നമ്മൾ ലൈറ്റിന്റെ പോലും പരിധിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. അപ്പൊ സ്റ്റേജിൽ നിന്ന് പഠിച്ചൊരു പരിചയം ഇവിടെ ഗുണമാണോ ദോഷമാണോ? ഗുണം തന്നെയാണ് എനിക്ക് തോന്നുന്നു. കാരണം പരിമിതി ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഞങ്ങൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ചാനലിൽ ലാപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ മൈക്ക് സ്റ്റാൻഡ് മൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡ് മൈക്കിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു ഏരിയ ഉണ്ട്, അതായത് എന്ത് ചെയ്താലും അതിന്റെ മുന്നിലേ ചെയ്യാൻ പറ്റും. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമ്മുടെ ഫേസ് ഇങ്ങനത്തെ ഒരു ആംഗിളിൽ മാത്രമേ നമുക്ക് തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഇപ്പൊ പ്രോപ്പർട്ടീസ് ആണെങ്കിലും നമ്മൾ അടുത്ത് വെച്ചിരിക്കും, എടുത്ത് നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതല്ലാണ്ട് നമുക്ക് അങ്ങനെ. അപ്പൊ സ്റ്റേജിൽ ഇപ്പൊ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സിനിമയിൽ ഭയങ്കര യൂസ്ഫുൾ ആണത്. കാരണം സിനിമയിൽ അങ്ങനെയാണല്ലോ, ഈ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ ചെയ്യണമല്ലോ. അപ്പൊ എനിക്കത് ബെനിഫിറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ചാനലിൽ പക്ഷെ നമുക്ക് ലാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, എത്ര ഏരിയ വേണമെങ്കിലും കവർ ചെയ്യാം, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ സ്റ്റേജിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട്, ഈ ഇങ്ങനത്തെ സ്റ്റാൻഡ് മൈക്കിൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കിത് കുറച്ചുകൂടി കുഴപ്പമില്ല. അത് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനശ്വര, ഇപ്പൊ ഈ അടുത്ത് ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഈ ഗ്രാമത്തിലെ പെൺകുട്ടി അനശ്വരയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അനശ്വര ഒരു യുവതി അല്ലെങ്കിൽ ഒരു 18 ശേഷം അധികം ഉള്ളത് സിനിമയുടെ അകത്താ, ഒരു അർബൻ ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അവരിടുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മാനറിസങ്ങൾ, അവരുടെ നടപ്പ് രീതി, അതൊന്നും യഥാർത്ഥ അനശ്വരയെ പോലെ ആയിരിക്കില്ല. അപ്പൊ അതിന് ഡയറക്ടറുടെ ഫീഡാണോ നോക്കുന്നത്? ചിലതൊക്കെ മാനറിസത്തിലൊന്നും ചിലപ്പോ അങ്ങനെ പറയണമെന്നില്ല. ചിലതൊക്കെ അങ്ങ് കുറച്ച് കഴിയുമ്പോഴേക്കും പടത്തിന്റെ ഒരു നീറ്റിനനുസരിച്ച് ഗ്രാജുവലി വരുന്നതാണ് ചില മാനറിസങ്ങളൊക്കെ. പിന്നെ നമ്മള് കണ്ട് പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടാവല്ലോ, ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാര്, അവിടെയുള്ള ആൾക്കാര്, അങ്ങനെയൊക്കെ കുറെ ഒബ്സർവ് ചെയ്തിട്ട് അവർ ഇവിടുന്നൊക്കെ എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചില ക്യാരക്ടറിന് അല്ലെങ്കിൽ എന്തിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ചിലതൊക്കെ വരുന്നതാണ്. ചില ഡയറക്ടേഴ്സ് പറയും, ചിലതൊക്കെ മാനറിസങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒബ്സർവ് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഗ്രാജുവലി ഒരു ക്യാരക്ടറിന് വേണ്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഗ്രാജുവലി കിട്ടിപ്പോകുന്നതാണ്. അത് ഞാൻ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, ഗ്രാജുവലി അങ്ങ് കിട്ടി അങ്ങ് പോകുന്നതാണ്. ഇതിന്റെ ക്യാരക്ടർ ഒരു റീലൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രൊമോ മെറ്റീരിയൽ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ മല്ലിക സുകുമാരന്റെ കൂടെ. അപ്പം അത് സിനിമയുടെ അകത്തെ സീനാണോ?
അതെ, സിനിമയിലുള്ള സീൻ തന്നെയാണ്. അപ്പൊ ഇതിലെ ക്യാരക്ടർ ആക്ച്വലി അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു കുട്ടിയാണോ? അല്ല, അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരും വൈറലാവണമെന്നൊന്നുമില്ല എങ്കിലും അവര് റീലൊക്കെ ചെയ്യുമല്ലോ, അവരുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പൊ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സംഗതിയായിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം, സോഷ്യൽ മീഡിയ കൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ അറ്റൻഷൻ സ്പാൻ മാറിയിട്ടുണ്ടല്ലോ, കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ഘട്ടത്തിൽ എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഇതിനകത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരും തിയേറ്ററിൽ മൊബൈൽ ഫോൺ എടുക്കരുത്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് ഞാൻ ഉറപ്പിച്ച് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അത് മനസ്സിൽ കണ്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ലാഗ് കുറച്ച് പെട്ടെന്ന് ഫീൽ ചെയ്ത് മൊബൈൽ എടുത്തു പോകുന്ന ആളാണ് ഞാൻ. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഈ അറ്റൻഷൻ സ്പാൻ്റെ പ്രശ്നമുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ അങ്ങനെ ആയി തീർന്നത് കൊണ്ട് അവിടെ എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഓരോ സിനിമയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു പറ്റം കഥാപാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക, നമ്മുടെ മനസ്സിലുണ്ടാവും അത്. ഇപ്പൊ സേവതാടത്തിന്റെ രേഖാചിത്രം എടുക്കുകയാണെങ്കിൽ രേഖയും രേഖ ഒരിക്കലും കാണാത്ത മമ്മൂട്ടി ചേട്ടനും, അതൊരു രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, രണ്ട് ടേക്ക് അവേ. ഇപ്പൊ വ്യസന സമയത്തിൽ ഇതുപോലെ അനശ്വരയുടെ ക്യാരക്ടറും മല്ലിക സുകുമാരനും അതായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ നാട്ടുകാരെ മൊത്തം കൊണ്ടുപോകും. 40ഓളം കഥാപാത്രങ്ങളുണ്ട്. നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല, നിങ്ങൾ എല്ലാരും നിങ്ങൾ കൊണ്ടുപോകും. ഈ നാട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. അല്ലെങ്കിൽ ഓരോരുത്തരെങ്കിലും കൊണ്ടുപോകും. ആർക്കെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എന്തായാലും കണക്ട് ആവും എന്നൊരു കാര്യം. ഇതില് പല ഏജിലുള്ള ആൾക്കാരുണ്ട്, പല 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 പരിപാടി. അതായത് ഒരു മരണ വീട്ടിൽ വരുന്ന ആൾക്കാരുണ്ട്. 12 മണിക്ക് ആൾക്കാർ വരും, അല്ലെങ്കിൽ കസേരയുടെ ആൾ വരും, അല്ലെങ്കിൽ പറമ്പ് വൃത്തിയാക്കുന്ന ആൾക്കാർ വരും, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് വെള്ളം ഒഴിക്കുന്ന ആൾക്കാർ വരും, ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പൊ ഇത്ര പല പല ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ അയൽക്കാരുണ്ടാവും. അപ്പൊ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കണക്ട് ആവും. ഞാൻ കണ്ടിട്ടുള്ള ചേട്ടനാണല്ലോ ഇതൊന്ന്. അതെ, അല്ലെങ്കിൽ ഞാനാണല്ലോ ഇതൊന്നും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ. ഇത് ഫുള്ള് ഇത് പലതും നമ്മുടെ വിനോദിന്റെ നാട്ടുകാരൊക്കെ തന്നെയാണ് റെഫറൻസ്. ഈ മരണ വീട്ടിലെ ഒട്ടും യോജിക്കാത്തൊരു സാധനമാണ് ചിരി. എന്നാൽ പലപ്പോഴും നമ്മുടെ മരണ വീട്ടിൽ അടക്കി പിടിക്കാൻ പാടുപെടുന്നതും ചിരിയാണ്. അവിടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചില സന്ദർഭങ്ങൾ, ചില ആളുകളുടെ റിയാക്ഷൻസ് ഒക്കെ ആണ് നമുക്ക് ചിരി വരും. അങ്ങനെ ചിരി അടക്കാൻ പാടുപെട്ടുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പം നോർമലി ഇപ്പം മകൻ ഗൾഫിൽ പോകുമ്പോ ഒരമ്മ കരയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരയുന്നത്, കരച്ചിലിന്റെ രീതി ഉണ്ടല്ലോ. മരണ വീട്ടിൽ അവിടെ കരച്ചിലിന് വേറെ താളം, ഒരു മീറ്റർ ഉണ്ട്. അവിടെ അല്ലേ പുലമ്പൽ എന്ന് പറയില്ലേ, ഈ മരിച്ചു കിടക്കുന്ന അവിടെ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് വരുന്ന സ്ത്രീകളുണ്ട്. ആംബിയൻസ് ഉണ്ടാക്കാൻ. അതായത് ഈ മരിച്ച ആളുമായിട്ട് വലിയ ആത്മബന്ധമൊന്നും കാണൂല, ഓളം സൃഷ്ടിക്കണം. അയ്യോ ഇന്നലെ കൂടെ കണ്ടതാണേ, ഇങ്ങനെയൊക്കെ പാട്ട് പോലെയൊക്കെ കരയുന്ന ആൾക്കാരുണ്ട്. മരണ വീടിന് ഒരു ആംബിയൻസ് ഉണ്ട്. അപ്പൊ ആംബിയൻസിലോട്ട് അത് എത്തിയിട്ടില്ലെങ്കിൽ അവരെത്തിക്കും. മരണ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമില്ലാത്ത അമ്മമ്മ വന്നിരുന്ന് ഇങ്ങനെ താളത്തിൽ കരയണ കാണുമ്പോ എന്നുള്ള സാധനം വരല്ലേ. സ്വന്തം മോളിങ്ങനെ ഇരിക്കും. മരിക്കാനുള്ളതാണ് കുറച്ച് നാളായിട്ട് സുഖമില്ലാതെ. നമ്മളെ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലേ അവിടത്തെ ഒരു മരണത്തെ പറയുന്നത്. അവിടെ ഒരു അമ്മമ്മ മരിച്ച്, പ്രായമായ അമ്മമ്മ. അത് അവരെല്ലാവരും മരിക്കുമെന്ന് തന്നെ അറിയാം. ആദ്യം കുറച്ച് കരയും, പിന്നെ ബാക്കിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ബന്ധമില്ലാത്തൊരു അമ്മമ്മ. ഈ ബോഡി എടുക്കണ സമയത്ത് ഒരു ഹൈ പിച്ച് ഉണ്ട്. ആ പോകുമ്പോഴത്തേക്ക് അപ്പോഴേ വെള്ളം എവിടെ ഇരിക്കുന്നു, ആ മൂടി പിടിച്ചങ്ങ് പോവും. നമുക്കത് കാണുമ്പോ ചിരി വരും, പക്ഷെ ചിരിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ മരണ വീട്ടില്? എല്ലാ മരണ വീടുകളിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റീൽസിന്റെ ഒരു വരവോട് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു, തമാശകൾ ആളുകൾ ആസ്വദിക്കുന്ന രീതി കുറഞ്ഞു. ഇതിപ്പോ റൈറ്റിംഗിലും കൊണ്ടുവരാൻ ഒരു പ്രഷർ ഉണ്ടോ? അല്ല, ലാഗ് വരരുത് എന്ന് ബോധപൂർവമായിട്ടൊരു ശ്രമമുണ്ട്. അതിപ്പോ നമ്മളിപ്പം ഷോർട്ട് പ്ലാൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, അവിടെ ഒരു ലാഗ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു സംഗതിയുണ്ട്. പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നേരത്തെയൊക്കെയുള്ള സിനിമകളിൽ വളരെ കാര്യമായിട്ടൊരു സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ സിനിമയിലോട്ട്, ആ സീനിലോട്ട് കയറുന്നത്. അത്തരം പരിപാടികളുടെയും ആവശ്യം ഇപ്പോൾ വളരെ കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു.
എസ്റ്റാബ്ലിഷിംഗ് ഏരിയാസ് ഒക്കെ ഒരു സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം വേണ്ട, അങ്ങനെ വേണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി പെട്ടെന്ന് ആൾക്കാർ ഇന്നാവും, കാരണം അവർ യൂസ്ഡ് ടു ആണ്, കണ്ട് 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 അറിയാം. നേരത്തേക്ക് ആണെങ്കിൽ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷൻ സീൻ കാണിക്കണമെങ്കിൽ അതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഷോട്ട് വേണം, പിന്നെ ആയിരിക്കും ആ പോലീസ് സ്റ്റേഷനകത്ത് സംഗതി കാണിക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനകത്ത് ഒരു ക്രോസ് ചെയ്യുന്ന തന്നെ തുടങ്ങിയാലും ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മല്ലിക സുകുമാരനിൽ ഒരു വൈബ് അമ്മൂമ്മയെ നമുക്ക് കിട്ടുമോ സിനിമയുടെ അകത്ത്? തീർച്ചയായിട്ടും ഒരു വൈബ് ചിൽ അമ്മൂമ്മയാണ് കിട്ടും. അപ്പം അവരുടെ ഹ്യൂമർ ഏരിയ ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും വരുന്ന സമയത്ത്. തീർച്ചയായിട്ടും അതെ, കാരണം ആള് ഭയങ്കര കിടിലൻ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പം ഒരു 50 വർഷത്തോളമായി ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന അത്രയും സീനിയറായിട്ടുള്ളൊരു ആക്ടറാണ് മല്ലിക ചേച്ചി. ഭയങ്കര രസമായിട്ട് അത് എങ്ങനെ ഹ്യൂമർ ചെയ്താലും ആൾക്കാർക്ക് ആ ഒരു കുഞ്ഞു പുച്ചൊക്കെ ഇട്ട് ആൾക്കാർക്ക് അത്രയും രസത്തിലൊന്ന് ചിരിക്കാൻ പറ്റുന്ന കോമഡി, അങ്ങനെ ഡയലോഗ് പറയുന്ന ഒരാളാണ് മല്ലിക ചേച്ചി. സിനിമയ്ക്കകത്തും നല്ലൊരു രസമുള്ള ഒരു ക്യാരക്ടറാണ് മല്ലിക ചേച്ചിയുടെ. അത് കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു അമ്മൂമ്മ, ഇത് കൊള്ളാലോ അങ്ങനെ തോന്നുന്ന ഒരു അമ്മൂമ്മയാണ് ഇതിനകത്ത്. ഇപ്പൊ വരുന്ന വേഷങ്ങളല്ലേ, ഇപ്പൊ ടീനേജിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വേഷം ഉണ്ടല്ലോ, ഇപ്പൊ ഒരാളുടെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്ന റോളുകളോ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ അനശ്വരയിലേക്ക് വരുമ്പോൾ അനശ്വരയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു വലിയ സമയം തന്നെ, ഇപ്പൊ ഒരാളുടെ 20s, 30s, 50s അങ്ങനത്തെ വേഷങ്ങൾ അനശ്വരയിലേക്ക് വരാറുണ്ടോ? ചെറുപ്പകാലം തൊട്ടിട്ട് ഒരു കുറച്ചൊരു സ്പാൻ ഓഫ് ലൈഫ് അങ്ങനെ കാണിക്കുന്ന സിനിമകൾ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നത് എനിക്ക് കുറവാണ്. എനിക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന പ്രണയവിലാസത്തിലാണ് അങ്ങനെ ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരാളുടെ പഴയ കാലഘട്ടം എന്ന രീതിയിൽ കാണിക്കുന്ന സിനിമ. ബാക്കിയെല്ലാ കാലഘട്ടം കാണിച്ചാലും ഞാൻ പിന്നെ മരിച്ചുപോയി, ഇങ്ങനെ ആരും കാണിക്കേണ്ടി വന്നിട്ടില്ല. അതെ, അപ്പോ അങ്ങനെ വന്നേക്കുന്നത് അതിനകത്താണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് കുറവാണ് ആക്ച്വലി. ഈ ഇപ്പൊ മരണം സിനിമയിലൊരു ഭാഗമായോണ്ട് ചോദിക്കുക, ഈ സിനിമയുടെ അകത്ത് നിങ്ങൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നത് കുറച്ച് ഓക്വേർഡ് ആയിട്ടാണോ അതോ ഞാൻ മരിക്കുന്നു? അതെ, സിനിമയുടെ അകത്ത് സിനിമയിൽ നിങ്ങൾ മരിക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ രേഖാചിത്രത്തിൽ മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ മരിക്കുന്നുണ്ട്. നിങ്ങളിത് ഓൺ സ്ക്രീനിന്റെ ഇപ്പുറത്തിരുന്നത് കാണുമ്പോൾ അതെങ്ങനെ, ആ ഫീൽ എങ്ങനെയാണ്? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കങ്ങനെ കാണുമ്പോൾ, ഞാൻ മരിക്കുന്ന കാണുമ്പോൾ എനിക്കിത് നമ്മളെ എക്സ്പ്രഷൻ നോക്കിക്കൊണ്ടിരിക്കുക, ആ കഴുത്താക്കുമ്പോൾ എനിക്ക് എക്സ്പ്രഷൻ നോക്കുകയാണോ, അത് എത്രത്തോളം കൊടുക്കണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അമ്മക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് അതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അമ്മ ഷൂട്ടിനൊക്കെ വന്നിട്ട് രേഖാചിത്രത്തിന്റെ സമയത്ത് ജോഫി ചേട്ടൻ ചോദിച്ചു അത് കാണിച്ചു തരണോ, സീൻ കാണിച്ചു തരണമെങ്കിൽ അമ്മ പറഞ്ഞു എനിക്ക് കാണാൻ പറ്റാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചേച്ചിക്കുണ്ട്. ഞാൻ മരിക്കുന്ന സീനുകൾ, ഞാൻ കരയുന്ന സീനുകളൊന്നും ഇവർക്ക് രണ്ടുപേർക്കൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അവരപ്പം വേണ്ട, ഞാൻ എപ്പോഴും തിയേറ്ററിനെങ്ങാനും, തിയേറ്ററിന് ഓഫ്കോഴ്സ് സിനിമ ആണല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം, അവർക്ക് അത് കണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ഈ ബൈച്ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മരണത്തിന് മുമ്പ്, എന്തായാലും മരണമാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഒരു സത്യമുള്ള പർപ്പസ്, അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ജാസിനെ ആലോചിക്കുന്നുണ്ടോ? ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്, ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട്, അങ്ങനെ ആലോചിക്കുന്ന ഒരു ജാസിമുണ്ട്? എനിക്ക് ഇവിടെ ഐ മീൻ അത്യാവശ്യം ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ ജീവിച്ച് പോകുക എന്നൊരു ആഗ്രഹം മാത്രമേ ബേസിക് ആയിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഭയങ്കര അങ്ങനെയൊന്നും ചിന്തയില്ല. ഒരു പ്ലാൻ ഒക്കെ വെച്ച് ഇത് ചെയ്യണം, ഞാൻ എന്റെ 30s ഇത് ചെയ്യണം, അങ്ങനെയൊന്നും ഒരിക്കലും. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കാണും, പക്ഷെ അല്ലാതെ അതിന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഭയങ്കര പരിപാടികളുണ്ട്. സമാധാനത്തിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുണ്ടോ? ജീവിതത്തിന് ഒരു പർപ്പസ് വേണം, നമ്മൾ ജീവിച്ചാൽ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ട് വേണം പോകാൻ, അങ്ങനത്തെ അങ്ങനെ ഒരു സ്വപ്നമുണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ? സ്വപ്നവും ലക്ഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എൻ്റെയൊക്കെ സ്വപ്നം സിനിമ തന്നെയാണ്. എൻ്റെ ആഗ്രഹം നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഒക്കെ അഭിനയിക്കണം. അങ്ങനെയൊക്കെ അഭിനയിച്ച് വലിയൊരു നടിയാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഏത് റോളിലേക്കും വിളിക്കാം നമ്മളെ, അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുത്തതാണ്. കാര്യം 15 വർഷത്തോളമായി ഇപ്പോൾ മീഡിയ ചാനലിൽ ഇങ്ങനെ അഭിനയം, അതിന് മുന്നേ നാടകം, സീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ്, ചാനൽ ഷോസ്. അപ്പം അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം, ഏജ്ഡ് ആയിട്ടുള്ളതും ചെറുപ്പക്കാരിയായിട്ടുള്ളതും മറ്റേ
ഭ്രാന്തിയായിട്ടുള്ളതും അങ്ങനത്തെ പല പല കാറ്റഗറി ഉള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ എന്നോട് വിപിൻ ചേട്ടൻ പറയാണ് നാളെ നീ ചെയ്യാൻ പോകുന്നത് ഇന്ന ക്യാരക്ടറാണ്, കുറച്ചൊരു യങ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് അത്ര ഏജ്ഡ് ആയിട്ടൊരു 60, 70 വയസ്സ് അല്ല ഇവിടെ വിപിൻ ചേട്ടൻ ഉള്ളത് കൊണ്ട് ഞാൻ അല്ല ഞാൻ വിപിൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഏതൊരു ഡയറക്ടറായാലും എന്നോട് ഇപ്പൊ നാളെ വന്ന് പറയാണ് ഒരു 80 വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അത് സിനിമയിൽ അത്രയും പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ്, അത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അശ്വതിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് ചെയ്യാം എന്ന് പറയും. അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു കോൺഫിഡൻസ് ആണ്. സുബിൻ അങ്ങനെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു സിനിമ സംവിധാനം ചെയ്യണം, എഴുതി സംവിധാനം ചെയ്യാം. സ്ക്രിപ്റ്റ് എൻ്റെ 4 ഉണ്ട്, പക്ഷെ അത് എടുത്താൽ ആ സ്ക്രിപ്റ്റ് കൊണ്ട് ഇപ്പൊ ഒരു പ്രൊഡ്യൂസറിന് ഓർഡറാന്ന് പറയും. നമ്മളെ വിശ്വസിച്ച് അത്രയും കൊണ്ടിറക്കാൻ ഇതിനുള്ള ഇല്ല, പക്ഷെ ആ ലെവലിൽ എത്തിയിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ട് പോകും. സുബിൻ എഴുതി വരുന്ന ഒരു ദിവസം ആ ഒരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്നില്ലാതായാലും നമ്മളുടെ കുറച്ച് ഓർമ്മകൾ വേണം, നമ്മുടേതായ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു സാധനം. അത് ആ ഒരു ആഗ്രഹമുണ്ട്, അതെന്തായാലും ചെയ്യും. അനുശ്വര അങ്ങനെ ഒരു സിഗ്നേച്ചർ വേണം അങ്ങനെ ആലോചിച്ച സമയങ്ങളുണ്ടോ? ഒരു പർപ്പസ് വേണം. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് എന്റെ ചുറ്റുമുള്ള ആളുകൾ ഓർക്കണം. തീർച്ചയായിട്ടും അതൊരു പർപ്പസ്, എല്ലാവരുടെയും പർപ്പസ്, ഇതിനകത്തുള്ള എല്ലാവരുടെയും പർപ്പസ് എന്ന് വെച്ചാൽ അത് തന്നെയാണ്. സിനിമ ചെയ്യാം, ആ ഒരു സിനിമ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ടിങ് നല്ലതായതുകൊണ്ടാണ് അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെയുള്ള രീതി അത് എല്ലാ ആക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ആക്ടേഴ്സിന്റെ മാത്രമല്ല എല്ലാവരുടെയും ഒരു ആഗ്രഹം, ഒരു പർപ്പസ് ഒക്കെ അതൊക്കെ ആയിരിക്കാം. അങ്ങനെ അത് കിടക്കാം അവിടെ. ഞാൻ നേരത്തെ വേറെ പറഞ്ഞ കാര്യം, അതായത് എനിക്ക് ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുള്ള കാര്യം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഒരു നല്ല സിനിമയിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യണം എന്ന്. പിന്നെ ഒന്ന് ചെയ്താൽ മതി എന്നല്ല, ഒരെണ്ണമെങ്കിലും ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമ കണ്ടാൽ ആ സിനിമയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അത് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മയെങ്കിലും വേണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ സിനിമയിൽ അതിൽ എനിക്ക് പ്രതീക്ഷയിലാണ്. ആ ഒരു സന്തോഷം ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഇതിനകത്ത് ഓരോ കഥാപാത്രം എഴുതുമ്പോഴും എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇപ്പം അസിസിക്ക ചെയ്ത കഥാപാത്രമാണെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഇന്ന ആളിനെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. പക്ഷെ ഇതിൽ ഒരു പർട്ടിക്കുലർ കഥാപാത്രം എഴുതിയപ്പം ഷമീർ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഷമീറിനെ വെച്ചിട്ടാണ് ഞാൻ ആ കഥാപാത്രം എഴുതുന്നത്. എന്തുകൊണ്ടോ ഷമീർ ചൂരലിലൊക്കെയുള്ള ഷമീറിന്റെ പ്രത്യേകമായിട്ടുള്ള ശൈലി കണ്ട് ഷമീറിനെ വെച്ച് എഴുതി. എന്നിട്ട് നമ്മൾ അവസാനഘട്ട ഡിസ്കഷനിലോട്ടൊക്കെ എത്തുന്നു. വിപിൻദാസ് പ്രഭുവായിട്ട് സംസാരിക്കുന്നു. അപ്പം വിപിൻദാസ് പ്രഭു പറഞ്ഞു, വിപിൻ ഇത് ഷമീർ ചെയ്യുകയാണെങ്കിൽ പിന്നെ പക്ക ഷമീറിന്റെ ഒരു സാധനം, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് തിരിച്ചിട്ടാലോ, ജാസ്മിനെ വിളിച്ചാലോ. അപ്പൊ ഞാൻ ജാസ്മിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. എന്റെ മനസ്സിൽ മൊത്തം ഷമീറാണ്. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് വിപിൻ ബ്രോ അത് ജാസിം ചെയ്താൽ ജാസിം ചെയ്ത് നോക്കാം, നമുക്കൊന്ന് ഒരു ഓഡിഷൻ നോക്ക്. അപ്പൊ അന്ന് എന്നെ അവിചാരിതമായിട്ട് എന്നെ ജാസിം വിളിക്കുന്നുണ്ട്. വിപിൻ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ വിളിക്കുന്നുണ്ട്. അല്ല, പക്ഷെ അത് പിന്നീട് ഞാൻ അറിഞ്ഞു സിനിമയിൽ ഇങ്ങനെ ഈ ഒരു വേഷത്തിന് വേണ്ടി ആളെ തപ്പുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ആ വിളി. വെറുതെ ഒന്ന് വിളിച്ചാണ് വിഞ്ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്നു മഴ, അപ്പം ഞാൻ വെറുതെ ഒന്ന് ഡയൽ ചെയ്ത് സുഖമാണല്ലോ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് ഇതുവരെ വാ, ഞങ്ങൾ ഇന്നടുത്തുണ്ട്, നീ ഒന്ന് വാ, എന്തേട്ടാ നീ വെറുതെ വാ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പുള്ളി വരുന്നു. പുള്ളി വന്നിട്ട് നമ്മൾ ഒന്ന് ചെയ്തു നോക്കുന്നു. അപ്പൊ അത് ഓക്കെയാണ്. ഷമീറിന് വേണ്ടി എഴുതിയ സാധനം ജാസിമിലേക്ക്. ഇതിന് വേറെ ബാക്ക് സ്റ്റോറികളുണ്ട്. അതായത് ഇത് ഈ പടം ഇപ്പോഴല്ലേ, ഇത് കുറെ നാൾ മുമ്പേ ചേട്ടന്റെ മനസ്സിലുള്ള പടമാണ്. അപ്പൊ അന്ന് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ല, അന്ന് സുബിൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഷമീർ ഉണ്ടായിരുന്നു. ഞാൻ ഷമീറിനെ വിളിക്കുന്ന വിഷമം വരണ്ടെന്ന് കരുതി പറഞ്ഞതാണ്. ഷമീറിനെ വിളിക്കുമ്പോൾ ജാസിം കൂടെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലും നോക്കാം. അപ്പൊ ഈ പടം പിന്നെ
നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ചേട്ടൻ. അപ്പൊ പുള്ളി ഇടയ്ക്ക് പറയുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് പുള്ളി പറഞ്ഞടാ ഇത് നിങ്ങൾ വേറെ ബന്ധം പിടിച്ചോ, ഡിലേ ആവും, കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ തന്നെ അന്ന് ആദ്യത്തെ ഡിസ്കഷനിലുണ്ട് വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാ മറ്റേ പടം ഓണായി നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അറിഞ്ഞില്ല. അപ്പൊ എന്നിട്ട് ഞാൻ ആരും വിളിച്ച് നോക്കണം വേണ്ടേ ഞാൻ വെച്ച് വേണ്ട വെറുതെ വിളിക്കണ്ട. ഇവരുടെ മറ്റേ ആള് പറഞ്ഞു എന്താ നീ ചുമ്മാ വിളിച്ച് നോക്ക്, പോയ ഒരു വാക്ക് ചുമ്മാ വിളിച്ചു നോക്കുന്ന പുള്ളി ഒന്ന് പുഷ് ചെയ്തപ്പോഴാണ് ഞാൻ പ്രമോദേട്ടനെ തന്നെ വിളിച്ചത്. പ്രമോദേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി വിളിച്ചപ്പോഴാണ് ഞാൻ കറക്റ്റ് സമയത്ത് വിളിച്ചു. അതായത് ഷൂട്ട് 15 തീയതിയിലാണ് തുടങ്ങിയത്. ഏതോ ഒരു 15 തീയതി തുടങ്ങുന്നത്. ഞാൻ വിളിക്കുന്നത് 12-ാം തീയതിയാണ്. ഈ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പൊ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജസ്റ്റ് 3 ദിവസം പറഞ്ഞതില്. എന്നിട്ട് ഞാൻ ഓഡിഷൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നെ വിളിച്ച് ചെയ്യിപ്പിച്ച് നോക്കിയതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ കരുതലുണ്ട്. അതും പറഞ്ഞു സിനിമ ആൾക്കാരെ വിളിക്കാൻ പറ്റുന്നില്ല. സുബിൻ അങ്ങനെ കുറച്ച് ക്രൂക്കഡായിട്ടൊക്കെ ആളുകളെ വിളിച്ചിട്ട് സുഖമാണോ, സിനിമയുണ്ടോ? ക്രൂക്കഡ് എന്ന് പറയാൻ പറ്റില്ല, ആഗ്രഹത്തിന്റെ പുറത്താണ്. സോറി ക്രൂക്കഡ് തെറ്റായിരുന്നു. ഞാൻ ആരും ചോദിച്ചിട്ടില്ല. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് ചമ്മലെന്ന് വെച്ചാൽ എനിക്ക് നമ്മളെ കറങ്ങിത്തിരിക്കുക അതുകൊണ്ട് എങ്ങനെ ചോദിക്കും എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഉള്ളിലുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഡയറക്ടേഴ്സുമായിട്ട് പരിചയമുണ്ട്. പല സ്ഥലത്ത് വെച്ച് നമ്മൾ കണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇവരൊന്നും പറയുകയും ചെയ്യും, കണ്ടിട്ട് പറയുകയും ചെയ്യും. നല്ല കണ്ടന്റ് കാണാറുണ്ട്, കൊള്ളാന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ എന്നാൽ പോലും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് ചേട്ടാ അടുത്ത ഒരു പരിപാടിയിൽ എന്നെ വിളിക്കുമെന്ന് ആ വാക്ക് വരൂല, ഒന്ന് സ്റ്റക്കായി നിൽക്കും. പോയതിനു ശേഷം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ അത് മാറ്റി തുടങ്ങിയേ. ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ ഇപ്പൊ എറണാകുളത്ത് താമസമായതിനു ശേഷം ഇവിടെയുള്ള കുറെ സിനിമ പ്രേമികളായ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയുന്നത് ആ സ്വഭാവം മാറ്റിക്കൂ. ചിലപ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പോ ഒരു സിനിമ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നീ വന്ന് ചോദിക്കുമ്പോൾ കൊള്ളാമല്ലോ എങ്കിൽ എടുക്കളെ, അങ്ങനെ ഒരു ചെറിയ ചിന്ത വന്നാൽ മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാൻ പറയും, ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിച്ചു തുടങ്ങി കേട്ടോ. ഈ ഷമീറിന്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ആരും ചിന്തിക്കാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആരുടെ മുഖത്ത് അങ്ങനെ വരാത്ത ഭാവങ്ങളൊക്കെയാണ് പുള്ളിയുടെ മുഖത്ത് വരുന്നതൊക്കെ. അദ്ദേഹം തുടക്കം തൊട്ട് ഇങ്ങനെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം അങ്ങനത്തെ ചിന്തയുള്ള മനുഷ്യനാണ്. എനിക്ക് ഓർമ്മ വെച്ചാൽ തൊട്ട് അവൻ നാച്ചുറലി അങ്ങനെയാണ്. അതായത് അത് എല്ലായിടത്തും അല്ല. അതായത് ഇപ്പൊ കൊച്ചിലെ ഇപ്പൊ നമ്മള് വളരെ ചെറിയ ഉദാഹരണത്തിന് ഞാനിപ്പം കാർത്തിക് ശങ്കർ ആളും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തോ പറഞ്ഞോണ്ട് കാർത്തിക് ശങ്കർ രാവിലെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാണ്. അപ്പൊ എന്നോട് പറയുന്നത് ഇവന് രാവിലെ ചെറിയ ദുർമന്ത്രത്തിന്റെ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കാത്ത ഒരു രീതിനെ പറഞ്ഞിട്ട് അതിൽ തമാശ ഉണ്ടാക്കി കളയും അദ്ദേഹം. ഈ ഒരു തോട്ടിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ, വേറെ രീതി ചിന്തിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇത് എപ്പോ തൊട്ടാ തുടങ്ങി? എനിക്ക് ഓർമ്മ വെച്ചാൽ കൊച്ചിലോട്ട്, അതായത് എല്ലായിടത്തും അല്ല. ഇപ്പൊ ഞാൻ, അവന്റെ അനിയത്തിമാര്, നമ്മൾ വേറൊരു കസിൻ, ഇപ്പൊ നമ്മളടുത്തൊക്കെ ഇരിക്കുമ്പോ ഇവൻ അങ്ങേയറ്റം ക്രാക്ക് സാധനങ്ങൾ പറയും, അതിനെ കാണിക്കും. അപ്പം നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വളർന്നപ്പോൾ കൂടെ വളർന്നതും അതിപ്പോ നാട്ടുകാർ മൊത്തം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അവൻ നാച്ചുറലി അവന്റെ സംസാരവും നമ്മൾ റീൽസിൽ കാണുന്ന എക്സ്പ്രഷനും ഇതൊക്കെ അവന്റെ റിയൽ ലൈഫിലും അങ്ങനെ ആ പരിപാടി തന്നെയാണ്. അവന്റെ ഉടമ്പക്ക് ഇരുന്ന അവൻ ചില അസ്ഥാനത്തിൽ പറയുന്ന വാക്കുകളൊക്കെ അല്ലെങ്കിലും പറയും, നമുക്ക് അല്ലെങ്കിൽ കേട്ടാൽ ചിരി വരും, വെറുതെ സംസാരിച്ചാൽ ചിരി വരും. അങ്ങനത്തെ അതാണ് അവന്റെ ഒരു നേച്ചർ. അതാണ് ബേസിക്കലായിട്ട് പുള്ളി അങ്ങനെയാ ഏകദേശം. അനുശരി, ഇപ്പൊ നമ്മള് വ്യത്യസ്തമായിട്ടുള്ള ഓണറുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര അധികം അപ്രീസിയേഷൻ കിട്ടുക, അല്ലെങ്കിൽ വേറൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് ക്രിറ്റിസിസം വരിക, ഇത് മറ്റൊരു സിനിമയുടെ പെർഫോമൻസിന് ഒരു ബാഗേജ് ആയിട്ട് ബാധിക്കുമോ? ബാഗേജ് ആയിട്ട് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ബാഗേജ് ആയിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ ഇല്ല, ഒരു ടെൻഷൻ മേ ബി അത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് എന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസം നമ്മളെ ബാധിക്കും. ഇപ്പൊ നമ്മൾ പൈങ്കളിൽ വ്യത്യസ്തമായിട്ടൊരു സാധനം ട്രൈ ചെയ്യുന്നത്, അത് ചില സ്ഥലത്ത് റീച്ച് ആയിട്ട് ചില സ്ഥലത്ത് റീച്ച് ആയിട്ടില്ല. ഇത് പിന്നെ പരീക്ഷിക്കാൻ അനശ്വരനെ ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവരുമെന്നാ ചോദിക്കുന്നത്. ഈ സെയിം ടൈപ്പ് ഓഫ് അതെ അതെ, അത് ഞാൻ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടാമത് പിന്നെ ആലോചിക്കും. എനിക്കൊരു അങ്ങനെ ഒരു
ക്രിറ്റിസിസം വന്ന സമയത്ത് രണ്ടാമത് ഇനി ചെയ്യുന്ന സമയത്ത് ആലോചിക്കും. പക്ഷെ അത് ഞാൻ ബാക്കോട്ട് ഇരുന്നത് അത് ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന രീതിയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും ചെയ്യണ്ട, ഇനി ഞാനത് ട്രൈ ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. മേ ബി എൻ്റെതായുള്ള മിസ്റ്റേക്കുകൾ ഞാൻ തിരിച്ചറിഞ്ഞ് അത് ആൾക്കാരുടെ കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ട്രൈ ചെയ്യുന്നത്, ഒരു ഓവർബോർഡ് ക്യാരക്ടർ. അപ്പം അതിൻ്റെതായ മിസ്റ്റേക്കുകൾ മേ ബി ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ. ഞാൻ ചില നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എങ്ങനെയായാലും സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആൾക്കാരുടെ അഭിപ്രായമാണ് അതിന്റെ എൻഡ് എന്നുള്ളത്. അപ്പോൾ അതിനെന്താണോ വേണ്ടതെന്നുള്ളത് സ്വീകരിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അത് കറക്റ്റ് ചെയ്യുക എന്ന രീതിയിൽ ഞാൻ ആലോചിക്കുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് ഓഫ് ചെയ്ത് നിന്നാൽ നമ്മൾ തന്നെ അതൊരു ലിമിറ്റ് ചെയ്യുന്ന പോലെ ആയിപ്പോവും. അതിന്റെ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ അതെങ്ങനെയാണോ കൺവീൻസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ചെയ്യാം. ഓക്കെ, നൈസ്. എന്തായാലും സിനിമ സംസാരിക്കട്ടെ. സിനിമയിൽ ഒരുപാട് പുതിയ ടാലൻസ് ഉണ്ട്, ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ പറഞ്ഞതിന് തന്നെ വേറൊരു ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു പുതുമയുണ്ട് വ്യസന സമേതത്തിന്. അത് ആളുകളിലേക്ക് റീച്ച് ആവട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.